ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ്റെ അടയാണ്. അതിനൊരു 400 ഗ്രാം പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഞാൻ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് തിളപ്പിച്ചിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ച് ഇത് കുറച്ച് സമയം മാറ്റി വെക്കുക. പിന്നെ ചിക്കൻ എടുത്ത് അതിനകത്ത് മുളക് പൊടി, മഞ്ഞൾ, ഉപ്പ് ഇതെല്ലാം ചേർത്ത് കുഴച്ചിട്ട് മാറ്റി വെക്കുക. ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ എടുത്ത് ഈ ചിക്കൻ നമ്മൾ നന്നായി ഫ്രൈ ചെയ്തെടുക്കണേ. എല്ലില്ലാത്ത ചിക്കൻ കിട്ടി അതാണ് നല്ലത് കേട്ടോ. ഞാൻ എല്ലുള്ള ചിക്കനാണ് എടുത്തത്, അത് ഞാൻ പിന്നെ മാറ്റിയിട്ടുണ്ട്. നന്നായി ഫ്രൈ ആയതിനു ശേഷം നമ്മൾ മാറ്റി ഇങ്ങോട്ട് എടുത്ത് വെക്കണം. പിന്നെ അതിനകത്തേക്ക് വേണ്ട ഉള്ളി ഞാനൊരു 2 ഉള്ളി എടുത്തിട്ടുണ്ട്. പച്ചമുളക്, കറിവേപ്പില, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ഒരു 2 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ വേണമെന്നില്ല, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. നമ്മൾ കോരി എടുത്ത് വെച്ച ചിക്കൻ്റെ ബാക്കി എണ്ണയിലാണ് നമ്മളിതെല്ലാം വഴറ്റുന്നത്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ചേർത്ത് നന്നായി ഇളക്കി അതിന് ശേഷം അരിഞ്ഞു വെച്ച വലിയുള്ളി നന്നായി വഴറ്റുകയാണ്. കുറച്ച് ഉപ്പിടുക, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലി ഇതെല്ലാം ചേർത്ത് നന്നായി വഴറ്റുക. ഒരു തക്കാളി, കുറച്ചും കറിവേപ്പില ചേർത്ത് നന്നായി ഇളക്കി മൂടി വയ്ക്കുക. നമ്മൾ ചിക്കൻ മിക്സീൻ്റെ അകത്ത് എടുത്തിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാം അങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ട്. പൊടിച്ചത് നമ്മളിത് അതിലേക്ക് ചേർക്കണേ. നന്നായി മിക്സ് ചെയ്യുക. കുറച്ച് ഗരം മസാലയും ചേർക്കുന്നുണ്ട്. നല്ലൊരു സ്മെല്ലെല്ലാം വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂട്ട് റെഡി. കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് മിക്സ് ചെയ്യും. ഇത് നമ്മൾ അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു അച്ചിൽ എണ്ണയെല്ലാം തടവി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച പൊടി നന്നായി ചൂടെല്ലാം തണിഞ്ഞ് സെറ്റായി നിൽക്കുന്നുണ്ട്. അതാ പത്തിരീൻ്റെ അതേതുപോലെ നമ്മൾ പരത്തി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഈ അട ഉണ്ടാക്കുന്ന അച്ചിൽ വെച്ചിട്ട് അമർത്തി വെക്കുക. എന്നതിന് ശേഷം ഈ ചിക്കൻ്റെ റെഡിയാക്കി വെച്ച മസാല ഇതിലേക്ക് ചേർക്കണേ. നന്നായി അമർത്തി റെഡിയാക്കണേ. അതാ റെഡിയായി. ഇഡ്ഡലിത്തട്ടിൽ വെള്ളം ഒഴിച്ച് അതിനകത്ത് ഒരില ഇങ്ങനെ താഴ്ത്തി വെച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ഓരോ അടയും ഇങ്ങനെ ഓരോ അടയും വെക്കണേ. ഒരു 15 മിനിറ്റ് ഇതിങ്ങനെ വേവണം. അങ്ങനെ അല്ലെങ്കിൽ ഇലയിലും ഒക്കെ കേട്ടോ. അതാ ഇങ്ങനെ അച്ചില്ലാത്തവർക്ക് ഇലയിലും സെറ്റാക്കി വെക്കാം. ഇതാ റെഡിയായി. എനിക്കിന്ന് എൻ്റെ ഫ്രണ്ട്സുമാർ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ. അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. ഇതാ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെ വീട്ടിൽ സംഘത്തിൻ്റെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സുമാരുണ്ട് ഇവിടെ. ഇത് അവർക്കും കൂടി കൊടുക്കുകയാണ് കേട്ടോ. അവരെല്ലാം സൂപ്പറാണെന്ന് പറഞ്ഞിട്ടുണ്ട്.